പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി നൽകണമെന്നത് പണ്ട് മുതലേയുള്ള ചൊല്ലാണ്. ജോലി കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ കൂലി കൊടുക്കണം. ഒരു കാലത്ത് എല്ലാ തൊഴിലാളികൾക്കും ദിവസക്കൂലിയായിരുന്നു. രാജ്യം സിസ്റ്റമാറ്റിക് ആയപ്പോൾ ഗവൺമെൻറ്റും കമ്പനികളുമൊക്കെ വേതനം മാസശമ്പളമാക്കി. എങ്കിലും ഇന്നും പല മേഖലയിലും ദിവസക്കൂലി നിലനിൽക്കുന്നുണ്ട്. ദിവസവും സ്റ്റാർട്ട് ആക്ഷൻ പറയുന്ന സിനിമാ മേഖലയിലെ താരങ്ങൾ കോടികൾ പ്രതിഫലം വാങ്ങുമ്പോൾ അവിടെ അണിയറ പ്രവർത്തകർക്ക് ദിവസക്കൂലിയാണ്. അവർ കൂലി എന്ന വാക്കിനോട് ടാറ്റ പറഞ്ഞ് പകരം ബാറ്റയാക്കിയെന്ന് മാത്രം. ഇത്തവണ സ്റ്റാർട്ട് ആക്ഷൻ ബിസിനസ്സിലൂടെ നമ്മൾ സംസാരിക്കുന്നതും സിനിമയിലെ വിവിധ മേഖലകളിലെ റെമ്യൂണറേഷൻ രീതികളെക്കുറിച്ചും അതെത്രയെന്നും എങ്ങനെയെന്നുമൊക്കെയാണ്. എല്ലാ മേഖലയിലെയും പോലെ വർഷങ്ങൾ കഴിയുന്തോറും സിനിമയിലും റെമ്യൂണറേഷനും ബാറ്റയും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. തൊഴിലാളികൾക്ക് വർഷം തോറും കമ്പനികൾ 2% മുതൽ 10% വരെ സാലറി ഹൈക്ക് കൊടുക്കുമ്പോൾ സിനിമയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. പ്രത്യേകിച്ചും ആർട്ടിസ്റ്റുകളുടെ റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ പടം ഹിറ്റാകും തോറും അവർ പ്രതിഫലം കൂട്ടിക്കൊണ്ടേയിരിക്കും. സൂപ്പർ താരങ്ങൾ പ്രതിഫലം കൂട്ടുന്നു എന്ന് എല്ലാവർക്കും പരാതിയാണല്ലോ. ഇത് പറയുന്നവന്മാര് വിചാരിച്ചാൽ ഇറ്റാലിയൻ മാർബിളിന്റെയും സ്കോച്ച് വിസ്കിയുടെയും വില കുറയ്ക്കാൻ പറ്റുമോ? മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ലാലേട്ടനാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല, എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിച്ചതിന് ലാലേട്ടന് കിട്ടിയ പ്രതിഫലം 2000 രൂപയാണ്. 1986 ഇദ്ദേഹത്തിന് സൂപ്പർ സ്റ്റാർ പദവി നേടിക്കൊടുത്ത രാജാവിൻ്റെ മകൻ എന്ന സിനിമയിൽ അഭിനയിക്കാൻ അദ്ദേഹം വാങ്ങിയത് 1 ലക്ഷം രൂപയായിരുന്നു. എന്നാൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മറ്റൊരു കൗതുകത്തിന് കൂടി സാക്ഷ്യം വഹിച്ചു രാജാവിൻ്റെ മകൻ. രാജാവിൻ്റെ മകൻ എന്ന് പറയുന്ന 300 ദിവസം ഓടിയ ആ സൂപ്പർ ഹിറ്റ് സിനിമയിൽ ലാലേട്ടന് കൊടുത്ത പൈസയേക്കാൾ കൂടുതലാണ് അംബിക മാഡം അന്ന് മേടിച്ചത് എന്ന്. അതെ, അതിൽ നായികയായി അഭിനയിച്ച നടി അംബിക അന്ന് ഡിമാൻഡ് ചെയ്തത് 1.25 ലക്ഷം രൂപയാണ്. My phone number is 2255. ഈ പറഞ്ഞ രാശിയുള്ള 2255 എന്ന നമ്പർ പിന്നീട് ലാലേട്ടൻ താൻ സ്വന്തമാക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും സ്വീകരിച്ചു. INDBയുടെ ഇൻഫർമേഷൻ പ്രകാരം ഇന്നിപ്പോൾ ലാലേട്ടൻ്റെ റെമ്യൂണറേഷൻ 8 കോടി മുതൽ 20 കോടി രൂപ വരെയാണ്. ചെയ്യേണ്ട റോളിനനുസരിച്ചാണ് എമൗണ്ടിൽ വ്യത്യാസം വരിക. ഇനി പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ ലാലേട്ടന് തൊട്ട് പിറകെയുള്ളത് മമ്മൂക്കയാണ്. അദ്ദേഹം ആദ്യമായി തല കാണിച്ചത് അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ബഹദൂറിൻ്റെ കടയ്ക്ക് തീ പിടിക്കുമ്പോൾ കൂടെ ഓടിയെത്തുന്ന ഈ 2 പേരിൽ ഒരാൾ മമ്മൂക്കയാണ്. ഈ സിനിമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. മലയാള സിനിമാ ലോകം ബഹുമാനപൂർവ്വം പേരിനൊപ്പം മാസ്റ്റർ എന്ന് ചേർത്ത് വിളിച്ചിരുന്ന സത്യൻ എന്ന നടൻ്റെ അസ്തമയത്തിനും ഇന്ന് മെഗാസ്റ്റാറായി മാറിയ മമ്മൂട്ടി എന്ന നടൻ്റെ ഉദയത്തിനും സാക്ഷ്യം വഹിച്ച സിനിമ കൂടിയായിരുന്നു അനുഭവങ്ങൾ പാളിച്ചകൾ. ഈ സിനിമയിൽ അഭിനയിച്ചതിന് മമ്മൂക്കയ്ക്ക് കിട്ടിയ പ്രതിഫലം ട്രാവൽ അലവൻസ് എന്ന രീതിയിൽ 15 രൂപയാണ്. അതായത് ഇന്നത്തെ ഏതാണ്ട് 750 രൂപ. ഇന്ന് മമ്മൂക്ക വാങ്ങുന്ന പ്രതിഫലം ഇൻ്റർനെറ്റ് മൂവി ഡാറ്റാബേസ് പ്രകാരം 6 കോടി മുതൽ 15 കോടി രൂപ വരെയാണ്. ഇനി താരപുത്രൻ്റെ മകനും ഇന്ന് പാൻ ഇന്ത്യൻ സ്റ്റാറായും തിളങ്ങി നിൽക്കുന്ന ദുൽഖർ സൽമാൻ്റെ റെമ്യൂണറേഷൻ നോക്കാം. DQവിന് ആദ്യമായി അഭിനയത്തിന് പ്രതിഫലം കിട്ടുന്നത് തൻ്റെ 10ാം വയസ്സിലാണ്. MRFൻ്റെ ഫൺ സ്കൂൾ അഡ്വർടൈസ്മെൻറ്റിലായിരുന്നു DQ ആദ്യമായി മുഖം കാണിച്ചത്. 1993 ദുൽഖർ അഭിനയിച്ച ഈ പരസ്യ ചിത്രത്തിന് അന്ന് 2000 രൂപയാണ് പ്രതിഫലമായി കിട്ടിയത്. IMDBയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ന് ദുൽഖർ സൽമാൻ വാങ്ങുന്ന പ്രതിഫലം 5 മുതൽ 10 കോടി രൂപ വരെയാണ്. ചില സിനിമകളിൽ DQ ആ സിനിമയുടെ പ്രോഫിറ്റിൻ്റെ ഒരു പ്രത്യേക പെർസെൻറ്റേജ് പ്രതിഫലമായി നൽകിയാൽ മതിയെന്നും കരാർ ഉറപ്പിക്കാറുണ്ട്. ഇനി തൻ്റെ ആദ്യ പ്രതിഫലം എത്രയെന്ന് വെളിപ്പെടുത്തിയ താരം ചോക്ലേറ്റ് ബോയ് എന്ന ലേബലുമായി എത്തിയ കുഞ്ചാക്കോ ബോബനാണ്. ചാക്കോച്ചൻ അരങ്ങേറ്റം കുറിച്ചത് 97-ലാണ്. അന്ന് അനിയത്തിപ്രാവിൽ അഭിനയിക്കാൻ കുഞ്ചാക്കോ ബോബന് സ്വർഗചിത്ര അപ്പച്ചൻ നൽകിയ പ്രതിഫലം 50,000 രൂപയാണ്. ഇന്ന് ചാക്കോച്ചൻ വാങ്ങുന്ന പ്രതിഫലം 2 മുതൽ 3.5 കോടി രൂപ വരെയാണ്. ഇന്ന് കേന്ദ്രമന്ത്രി സ്ഥാനം വരെ എത്തി നിൽക്കുന്ന സുരേഷ് ഗോപി ഒരു ബാലതാരമായാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഓടയിൽ നിന്ന് എന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ ഒരു ജന്മിയുടെ മകനായി വേഷമിട്ടുകൊണ്ടാണ് ആക്ടിംഗ് കരിയറിന് തുടക്കം. എന്റെ മോൻ പഠിക്കുന്ന കൂട്ടത്തിൽ നിന്റെ എല്ലാ മക്കളും കൂടി ഒരു 4-5 അക്ഷരം പഠിച്ചോട്ടെ എന്ന് കരുതിയതാ. ഇന്നൊരു സിനിമയ്ക്കായി സുരേഷ് ഗോപി വാങ്ങുന്ന പ്രതിഫലം 4 മുതൽ 7 കോടി രൂപ വരെയാണ്. ഇനി തൻ്റെ ആക്ടിംഗ് കരിയറിൽ ഒരു വൻ തിരിച്ചുവരവ് നടത്തിയ ഒരു നടൻ്റെ പ്രതിഫലം എത്രയെന്ന് നോക്കാം.
നായകനായി തന്നെ അരങ്ങേറ്റം കുറിച്ച ഈ നടൻ്റെ ആദ്യ സ്ക്രീൻ നെയിം ഷാനു എന്നായിരുന്നു. ശരിക്കും പൃഥ്വിരാജിനെ ആയിരുന്നു ഡയറക്ടർ ആദ്യം സ്ക്രീൻ ടെസ്റ്റ് നടത്തിയത്. പക്ഷേ കഥാപാത്രം ചേരാത്തതുകൊണ്ട് ആ ശ്രമം ഉപേക്ഷിച്ചു. മറിച്ചായിരുന്നെങ്കിൽ പൃഥ്വിയുടെ ആദ്യ സിനിമ ഇതായേനെ. ഏതായാലും ഇതിൽ അഭിനയിക്കാനുള്ള യോഗം ഷാനുവിനായിരുന്നു. പക്ഷേ തിരിച്ചടിയായിരുന്നു ഫലം. ആ സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അഭിനയമെന്ന കല ഈ നടൻ്റെ കയ്യെത്തും ദൂരത്തല്ലെന്നും പ്രേക്ഷകർ വിധിയെഴുതി. ഞാനൊരു മോശം പണി കാണിച്ചു, ഒരു പാപ്പരാസി പണി. ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷെ മറ്റു മാർഗമൊന്നുമില്ലായിരുന്നു. എന്താ അത്? പറയാം, പക്ഷെ മറ്റാരോടും പറയരുത്. പിന്നീട് ഈ നടനെ ഒരു 7 വർഷത്തേക്ക് ഇൻഡസ്ട്രിയിൽ ആരും കണ്ടതേയില്ല. ഒടുവിൽ 2009 ആന്തോളജി മൂവിയായ കേരള കഫയിലെ ഒരു പാർട്ട് അഭിനയിച്ചുകൊണ്ട് തിരികെ എത്തി. ചാപ്പാക്കുരിശ് കൂടി പുറത്തിറങ്ങിയതോടെ ഫഹദ് ഫാസിൽ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി. ഭൂതകാലമൊക്കെ മായ്ച്ചു കളഞ്ഞ് ഇന്നൊരൽപ്പം ജാടയോടെ തന്നെ ഇൻഡസ്ട്രിയിലുണ്ട് ഫഫ. ഭൂതകാലം ഇന്നിവന്റെ ഊഴം കൺതുറന്ന് കണ്ണിറച്ച് കാണുക മോനെ ജാട. ഫഹദ് ഫാസിലിന്റെ നിലവിലെ പ്രതിഫലം 4 കോടി മുതൽ 8 കോടി രൂപ വരെയാണ്. IMDbയുടെ റിപ്പോർട്ട് പ്രകാരം കുറച്ച് നടീനടന്മാരുടെ പ്രതിഫലം കൂടി എങ്ങനെയെന്ന് നോക്കാം. ഒരു താര കുടുംബത്തിൽ ജനിച്ച് നന്ദനം എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച പൃഥ്വിരാജ് വാങ്ങുന്ന പ്രതിഫലം 5 മുതൽ 10 കോടി രൂപ വരെയാണ്. 95 കൊക്കരക്കോ എന്ന സിനിമയിൽ നായകനായി അഭിനയിക്കാൻ 45,000 രൂപ വാങ്ങിയ നടൻ ദിലീപ് ഇന്ന് വാങ്ങുന്ന പ്രതിഫലം 5 മുതൽ 7 കോടി രൂപ വരെയാണ്. മലർവാടി ആർട്സ് ക്ലബിലൂടെ സിനിമാ ലോകത്തെത്തിയ നിവിൻ പോളി ഇന്ന് വാങ്ങുന്ന പ്രതിഫലം 3 മുതൽ 5 കോടി വരെയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നായക പദവി ഉറപ്പിച്ച ടൊവിനോ തോമസ് ഇന്ന് വാങ്ങുന്ന പ്രതിഫലം 3 മുതൽ 6 കോടി രൂപ വരെയാണ്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി തുടക്കം കുറിച്ച് ഒടുവിൽ ഉരിയാട പയ്യനായി മലയാള സിനിമയിൽ ചേക്കേറിയ ജയസൂര്യയുടെ ഇന്നത്തെ പ്രതിഫലം 2 മുതൽ 3 കോടി രൂപ വരെയാണ്. ബിജു മേനോൻ 1 മുതൽ 2 കോടി വരെയും ആസിഫ് അലി, ഉണ്ണി മുകുന്ദൻ എന്നിവർ 75 ലക്ഷം മുതൽ 2 കോടി വരെയും പ്രതിഫലം വാങ്ങുന്നതായി IMDb റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി തമിഴിലെ പ്രധാന ആക്ടേഴ്സിനെ നോക്കിയാൽ തലൈവർ രജനീകാന്ത് ജയിലർ എന്ന സിനിമയ്ക്ക് വേണ്ടി വാങ്ങിയത് 110 കോടി രൂപയാണ്. പേരെ കേട്ട ഉടനെ ചുമ്മാ അതിർന്നില്ല. ഷെയർ ഉൾപ്പെടെ ആകെ 210 കോടി രൂപ ജയിലറിൽ നിന്നും രജനീകാന്ത് സ്വന്തമാക്കി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന 2ാമത്തെ നടനാണ് ഇദ്ദേഹം. 1ാം സ്ഥാനം ഷാരൂഖ് ഖാനാണ്. 250 കോടിയാണ് കിങ് ഖാന്റെ റെമ്യൂണറേഷൻ. മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത ഈയിടെ നമ്മൾ കേട്ടത് പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഷാരൂഖിനൊപ്പം ഇളയ ദളപതി വിജയും എത്തിയെന്നാണ്. തൻ്റെ അപ്കമിംഗ് മൂവിയായ ദളപതി 69 എന്ന സിനിമയ്ക്ക് വേണ്ടി വിജയ് കരാർ ചെയ്ത പ്രതിഫലം 250 കോടി രൂപയാണ്. ഒരു വാട്ടി മുടിവ് പണിട്ടന്നാ എൻ പേച്ച നാനേ കേൾക്ക മാട്ടേൻ. ഇത്രയൊക്കെ കൊടുത്താൽ നിർമ്മാതാവിന് മുതലാകുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അവരുടെ സ്റ്റാർ വാല്യൂ തന്നെയാണ് ഇവർ ബിസിനസ് ആക്കുന്നത്. പണ്ട് കാലത്തെ പോലെ തിയേറ്റർ കളക്ഷൻ മാത്രമല്ലല്ലോ, ഗ്രോസ് കളക്ഷന് പുറമെ OTT പ്ലാറ്റ്ഫോമുകൾ, സാറ്റലൈറ്റ്, ഓവർസീസ് തുടങ്ങിയവയിൽ നിന്ന് നല്ലൊരു തുക ഒരുപക്ഷെ പടം റിലീസാകും മുന്നേ തന്നെ പ്രൊഡ്യൂസറുടെ കയ്യിൽ കിട്ടും. സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി നയൻതാരയാണ്. 10 കോടിയാണ് പ്രതിഫലം. ഇനി നമ്മുടെ ഇൻഡസ്ട്രിയിൽ മഞ്ജു വാര്യർ 75 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെയും, നിത്യ മേനോൻ 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയും, അമല പോൾ 40 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയും വാങ്ങുന്നുണ്ടെന്ന് ഇന്റർനെറ്റ് മൂവി ഡാറ്റാബേസ് പുറത്തുവിട്ട ലിസ്റ്റിൽ പറയുന്നു. ഇനി ഡെയിലി വേജിൽ പ്രതിഫലം വാങ്ങുന്ന ഒരു കൂട്ടം പ്രൊഫഷണൽ നടീനടന്മാർ എല്ലാ ഫിലിം ഇൻഡസ്ട്രിയിലുമുണ്ട്. അവർ ശരിക്കും സിനിമയുടെ അവിഭാജ്യ ഘടകമായ ആർട്ടിസ്റ്റുകളാണ്. ഒരാഴ്ചയിൽ 2 സിനിമകൾ പുറത്തിറങ്ങിയാൽ 2ലും സുപ്രധാന വേഷത്തിൽ അവരുണ്ടാകും. അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. ജഗതി ശ്രീകുമാർ അത്തരത്തിലൊരു നടനായിരുന്നു. ഒരു കാലത്ത് അദ്ദേഹമില്ലാത്ത മലയാള സിനിമകൾ ചുരുക്കമായിരുന്നു. 1995-2000 കാലഘട്ടത്തിൽ അദ്ദേഹം 10 ദിവസത്തേക്ക് 15 ലക്ഷം രൂപ വരെ വാങ്ങിയിരുന്നുവെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർമാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് ചെറിയ മിമിക്രി ആർട്ടിസ്റ്റുകൾ മുതൽ വിജയരാഘവനെ പോലെയുള്ള സീനിയർ ആർട്ടിസ്റ്റുകൾ വരെ ഒരു മാസം തന്നെ പല സിനിമകളിൽ മാറി മാറി അഭിനയിക്കുന്നു. അവരുടെ റെമ്യൂണറേഷൻ സ്റ്റാർ വാല്യൂ അനുസരിച്ച് പെർ ഡേ 10,000 മുതൽ 3 ലക്ഷം രൂപ വരെയാണ്. സിനിമാമോഹവും ഉള്ളിലൊതുക്കി ചാൻസ് തേടി അലയുന്നവരിൽ പലരും ആദ്യം ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടായിരിക്കും തുടക്കം കുറിക്കുക. അവരിൽ ചിലർ മെയിൻ സ്ട്രീമിലെത്തും, കൂടുതൽ പേരും ജൂനിയർ ആർട്ടിസ്റ്റുകളായി തന്നെ തുടരും. പക്ഷേ നാളെ ഞാൻ വലിയ നടനാകുമെന്ന പ്രതീക്ഷയാണ് അവരെ മുന്നോട്ട് നയിക്കുക. 1990-2000 കാലഘട്ടത്തിൽ ഇവരുടെ ഡെയിലി ബാറ്റ 100 മുതൽ 150 രൂപ വരെയായിരുന്നു. അതും കമ്മീഷൻ പിടിക്കാതെ തികച്ചു കിട്ടിയാൽ ഭാഗ്യം. എടാ കുട്ട, ഇന്നെങ്കിലും 150 തയ്ച്ചതാടാ. ഒന്നുമില്ലേലും ഞങ്ങൾ ഇന്ന് കരഞ്ഞത് ഹിന്ദിയിലൊക്കെ അല്ലേടാ. ഇന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് മിനിമം ബാറ്റ 500 രൂപയാണ്.
കഥയുടെ സിറ്റുവേഷനും റോളും ബഡ്ജറ്റും ഒക്കെ അനുസരിച്ച് അത് വീണ്ടും 500-ൽ നിന്നും 1000 മുതൽ 2500 വരെ പോകും. പിന്നെ ബിഗ് ബഡ്ജറ്റ് സിനിമയിലേക്ക് ഒരു ഫാമിലിയെ ആവശ്യമുണ്ടെന്ന് കേട്ടാൽ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായി പോകാം. ദിവസം 4000 രൂപ വരെ കിട്ടും. ഇനി വെള്ളിത്തിരയിൽ പാട്ടുകളെ നൃത്തച്ചുവടുകൾ കൊണ്ട് കളർഫുള്ളാക്കാൻ ഒരേ വേഷമണിഞ്ഞെത്തുന്ന ഡാൻസേഴ്സ് പെർ ഡേ 3000 രൂപ വരെ വാങ്ങിച്ചെടുക്കുന്നുണ്ട്. അവിടെ ആൺപെൺ വ്യത്യാസമില്ലാതെ ബാറ്റയിൽ തുല്യതയുമുണ്ട്. ഇനി ഫൈറ്റേഴ്സിൻ്റെ കാര്യമെടുത്താൽ ആക്ഷൻ രംഗങ്ങളുടെ റിസ്ക് അനുസരിച്ചാണ് റെമ്യൂണറേഷൻ. ഫൈറ്റ് മാസ്റ്റർ ഫൈറ്റുകളുടെ എണ്ണവും റിസ്ക്കും അനുസരിച്ച് അത് ഡയറക്റ്റ് ചെയ്യാൻ 1 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ വാങ്ങുമ്പോൾ ആ ഫൈറ്റ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾക്ക് നിർമ്മാതാവ് സെപ്പറേറ്റ് ബാറ്റയാണ് നൽകേണ്ടത്. ഉയരത്തിൽ നിന്നുള്ള വീഴ്ചകളും ബൈക്ക് സ്റ്റണ്ടുകളും ഫയർ ഫൈറ്റുമൊക്കെ വേർതിരിച്ച് 30,000 മുതൽ 50,000 വരെ ഒരു സ്റ്റണ്ടിന് വാങ്ങുന്ന ആർട്ടിസ്റ്റുകളുണ്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ. ഇനി ഫിലിം ഇൻഡസ്ട്രിയിൽ ക്യാമറയ്ക്ക് പിന്നിലേക്ക് വന്നാൽ ഒരു സിനിമയുടെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ചെയ്യുന്ന റൈറ്റേഴ്സിന് എക്സ്പീരിയൻസും മുൻ സിനിമകളുടെ വിജയവും കണക്കിലെടുത്ത് 5 ലക്ഷം രൂപ മുതൽ 1 കോടി രൂപ വരെ നിർമ്മാതാക്കൾ നൽകുന്നുണ്ട്. ഒരു സിനിമയുടെ കപ്പിത്താൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഡയറക്ടർക്കും ഇതേ ക്രൈറ്റീരിയ പരിഗണിച്ച് 10 ലക്ഷം മുതൽ 1 കോടി വരെ നൽകുന്നുണ്ട്. ചീഫ് അസോസിയേറ്റിന് 2 മുതൽ 5 ലക്ഷം വരെയും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന് 50,000 മുതൽ 2 ലക്ഷം രൂപ വരെയുമാണ് സാലറി. കഥ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സംവിധായകന് നിർമ്മാതാവ് ഉടൻ തന്നെ അഡ്വാൻസ് നൽകി ഡേറ്റ് ഉറപ്പിക്കുന്നു. ഒരു നിർമ്മാതാവ് കഥ കേട്ടു, അയാൾക്കത് ഇഷ്ടപ്പെട്ടു, പടം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ അഡ്വാൻസ് കൊടുത്തില്ല. ദാ ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചേ. ഇനി സിനിമാറ്റോഗ്രാഫിയിലേക്ക് വന്നാൽ ഒരു ക്യാമറാമാന് അയാളുടെ പ്രസന്റ് വാല്യൂ അനുസരിച്ച് ഒരു നിശ്ചിത തുക നൽകിയാണ് നിർമ്മാതാവ് തൻ്റെ സിനിമയിലേക്ക് കരാർ ചെയ്യുക. അത് 7 ലക്ഷം മുതൽ 25 ലക്ഷം വരെ വാങ്ങുന്നവർ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. ഒരു സിനിമയുടെ എഡിറ്ററിന് 2 മുതൽ 10 ലക്ഷം രൂപ വരെയാണ് മലയാളത്തിൽ പ്രതിഫലം. ഇനി ഒരു സിനിമയുടെ പിന്നണിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ളവർ മ്യൂസിക് ഡയറക്ടേഴ്സാണ്. ഒരു സിനിമയുടെ സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരു പാക്കേജായി ചെയ്തു കൊടുക്കുകയാണ് മിക്ക സംഗീത സംവിധായകരും ചെയ്യുക. 3 മുതൽ 10 കോടി വരെ വാങ്ങുന്ന AR റഹ്മാനാണ് ഇന്ത്യയിൽ 1ാം സ്ഥാനത്തുണ്ടായിരുന്നതെങ്കിലും ബാഹുബലി പുറത്തിറങ്ങിയതോടെ MM കീരവാണി ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്തു എന്നാണ് IMDb പുറത്തുവിടുന്ന വിവരം. ഇപ്പോൾ 3 മുതൽ 18 കോടി വരെയാണ് കീരവാണിയുടെ റെമ്യൂണറേഷൻ. ഇനി നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വന്നാൽ ഇവിടുത്തെ മ്യൂസീഷ്യന്മാർ സോങ്സിന് മ്യൂസിക് നൽകുന്നതിനും റീ റെക്കോർഡിങ്ങിനും ചേർത്ത് പാക്കേജായി 7 ലക്ഷം മുതൽ 25 ലക്ഷം വരെ ഒരു സിനിമയ്ക്ക് വേണ്ടി വാങ്ങാറുണ്ട്. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ വാങ്ങുന്നത് 2 ലക്ഷം മുതൽ 6 ലക്ഷം രൂപ വരെയാണ്. ഈ ഡിസൈനറെ അസിസ്റ്റ് ചെയ്യുന്നവരെ സീനിയോറിറ്റി അനുസരിച്ച് 3 തട്ടിലായി തിരിച്ച് 1750, 1700, 1500 എന്നിങ്ങനെ പെർ ഡേ ബാറ്റ് നൽകുന്നു. മേക്കപ്പ് മാൻ 2 മുതൽ 6 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുമ്പോൾ ഇയാളെ അസിസ്റ്റ് ചെയ്യുന്നവർക്ക് 1400, 1300, ഹെയർ സ്റ്റൈലിസ്റ്റിന് 1800 എന്നിങ്ങനെയാണ് ഒരു ദിവസത്തെ ബാറ്റ. ഇനി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ സമയാസമയം ഫുഡും ചായയും ഒക്കെ സപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ഷൻ ബോയ്സിന് പെർ ഡേ 1500 രൂപയും ക്യാമറാമാന് ലൈറ്റപ്പിനും മറ്റും സഹായിക്കുന്ന യൂണിറ്റ് ടീമിന് 1800 രൂപയുമാണ് നിലവിൽ ഒരു ദിവസം ബാറ്റയായി മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നൽകുന്നത്. ഓവർ ടൈമിന് ഇവർക്കെല്ലാം പകുതി ബാറ്റ കൂടി എക്സ്ട്രാ നൽകുകയും വേണം. ഇനി കൊച്ചിയെ കോയമ്പത്തൂരാക്കുകയും കാട് പിടിച്ചു കിടന്ന മൈതാനത്ത് ഗുരുവായൂർ അമ്പലം വരെയും സൃഷ്ടിക്കുന്ന നമ്മുടെ ആർട്ട് ഡയറക്ടർമാർ വർക്കിനനുസരിച്ചാണ് റെമ്യൂണറേഷൻ വാങ്ങുക. മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ 5 ലക്ഷം മുതൽ 50 ലക്ഷം വരെ വാങ്ങുന്ന ആർട്ട് ഡയറക്ടർമാരുണ്ട്. ഇവരെ അസോസിയേറ്റ് ചെയ്യുന്നവർക്ക് 1 ലക്ഷം മുതൽ 10 ലക്ഷം വരെയും വർക്കേഴ്സിന് 1500 മുതൽ 2500 വരെ ഡെയിലി ബാറ്റയെ നൽകുന്നതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഇനി ആർട്ടിസ്റ്റുകളെയും മറ്റും ലൊക്കേഷനിലേക്ക് പിക്ക് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന ഡ്രൈവേഴ്സിന് ഫ്യുവലിന് പുറമെ ദിവസം 2200 രൂപയാണ് ഡെയിലി ബാറ്റ. ഒരു സിനിമയുടെ മൊത്തം കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന ആളാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. ഈ കാണുന്ന മൊബൈൽ ഫോണുകളാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളറാണ് താരം. ഇവരെയെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്ന ഈ പ്രൊഡക്ഷൻ കൺട്രോളർക്ക് എക്സ്പീരിയൻസ് അനുസരിച്ച് 3 മുതൽ 7 ലക്ഷം രൂപ വരെ ഒരു സിനിമയ്ക്ക് ശമ്പളമായി നൽകും.